ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ഇൻഫിനിറ്റി പെയിൻറ്റർ എന്ന ആപ്ലിക്കേഷൻ പരിചയപ്പെടാം. നമ്മുടെ ഇൻഫിനിറ്റി ഡിസൈൻ പോലെ തന്നെയാണ് ഇൻഫിനിറ്റി പെയിൻറ്റർ, പക്ഷേ ഒരുപാട് ടൂൾസും അതുപോലെ ബ്രഷുകളും അവൈലബിൾ ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ് ഇൻഫിനിറ്റി ഡിസൈൻ. അതൊരു പെയിൻറ്റിങ് ആപ്ലിക്കേഷനാണ്. സ്കെച്ച് ബുക്കിനേക്കാൾ നല്ലൊരു ആപ്ലിക്കേഷൻ തന്നെ വേണം പറയാം. ഇപ്പോൾ ഇൻഫിനിറ്റി പെയിൻറ്റർ ഓപ്പൺ ചെയ്യുന്നതിന് നമുക്ക് 3 ഓപ്ഷൻ കാണിക്കും. അപ്പോൾ ഒന്ന് ന്യൂ ഓപ്ഷൻ, അത് ഇൻഫിനിറ്റി ഡിസൈനിലുണ്ട്. അതുപോലെ ഇമേജ് ഓപ്ഷൻ, ഇമ്പോർട്ട് ഓപ്ഷൻ, അത് ഫോട്ടോ ആഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അതുപോലെയുള്ളത് പാറ്റേൺ ആണ്, പുതുമയുള്ള ഒരു ഓപ്ഷൻ. ഓരോ പാറ്റേണുകൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും, നമ്മുടേതായ ഓരോ പാറ്റേൺസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതാണ് ആ ഒരു ഓപ്ഷൻ. ഓക്കെ, ഞാനിവിടെ ഇപ്പോൾ ഒരു ന്യൂ ഇമേജ് കൊടുക്കുകയാണ്. നമുക്ക് ഇൻഫിനിറ്റി ഡിസൈനിൽ നിന്നും വ്യത്യസ്തമായിട്ട് തന്നെ കാണാൻ സാധിക്കും. ഇവിടെ ടെംപ്ലേറ്റ്സ് ഒരുപാട് നൽകിയിട്ടുണ്ട്. A4, A3, അതുപോലെ 4x3, അങ്ങനെ ഒരുപാട് ഇൻസ്റ്റാഗ്രാം സൈസ്, അങ്ങനെ ഓരോരോ സൈസ് ഇവിടെ നൽകിയിട്ടുണ്ട്. ഏകദേശം സ്കെച്ച് ബുക്കിൻ്റെ ആ ഒരു മോഡൽസൊക്കെ നൽകിയിട്ടുണ്ട്. ഓക്കെ, ഞാനിവിടെ ഒരു സൈസ് സെലക്ട് ചെയ്തു, ക്രിയേറ്റ് കൊടുക്കുക. ഓക്കെ, ക്രിയേറ്റ് ചെയ്യാൻ നൽകിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ പുതുമയുള്ള എന്താണെന്ന് വെച്ചാൽ ടൂളിലേക്ക് വരികയാണെങ്കിൽ ഇൻഫിനിറ്റി ഡിസൈൻ എന്ന ആപ്ലിക്കേഷനിൽ ഇല്ലാത്ത ടൂളുകളും ഇതിലുണ്ട്. അതുപോലെ തന്നെ ഇൻഫിനിറ്റി ഡിസൈനിലുള്ള ടൂളുകൾ ഇതിലില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് പുതുമയായിട്ട് എഡിറ്റിംഗ് എന്ന് പറഞ്ഞൊരു ടൂളാണ്. അത് ക്ലിക്ക് ചെയ്താൽ ഒരുപാട് ഫിൽറ്ററുകളും അതുപോലെ കളറുകൾ, അതുപോലെ എന്താ പറയുക, നമ്മുടെ ഫോട്ടോയെ ഇപ്പം നമ്മൾ വരക്കുന്ന ഒരു ഫോട്ടോയെ നമുക്ക് കളർ ചേഞ്ച് ചെയ്യാനും അതുപോലെ ഫിൽറ്റർ ആഡ് ചെയ്യാനും അതുപോലെ ഓരോ എഫക്റ്റുകൾ നൽകുവാനും ഒക്കെയുള്ള ഓപ്ഷൻ ഇതിൽ പുതുമയോടെ നൽകിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് ആ ഫോട്ടോയുടെ ക്രോപ്പിംഗ്, അതുപോലെ റീസൈസിങ്, അഡ്ജസ്റ്റ്, അങ്ങനെ പറയാം. ഇതൊക്കെ നമുക്കൊരു ഡ്രോയിങ് വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ അതിനൊക്കെ വിശദമായിട്ട് ചെയ്യാം. അപ്പോൾ അതിലേക്ക് കൂടുതലായിട്ട് മനസ്സിലാവുക. ഓക്കെ, പിന്നെ ഉള്ളത് നോർമലി ഇൻഫിനിറ്റി ഡിസൈനിലുള്ളതുപോലെ തന്നെയുള്ള 2-3 ടൂളുണ്ട്. പിന്നെ പെൻ ടൂള് വ്യത്യസ്തമാണ്. അതുപോലെ പാത്ത് എന്ന് പറഞ്ഞിട്ടൊരു പുതിയൊരു ടൂള് വന്നിട്ടുണ്ട്. പിന്നെ ബാക്കിയൊക്കെ സെയിം നോർമൽ സംഗതിയൊക്കെ ഉണ്ട്. ഇതിൽ എക്സ്ട്രാ നാവിഗേഷൻ എന്ന് പറഞ്ഞൊരു സെറ്റിങ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഗ്രിഡ് എന്ന ഓപ്ഷനും അതുപോലെ ഐസോമാറ്റിക് എന്ന ഓപ്ഷനും പുതുതായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ പറയാനുള്ളത് നമുക്ക് ലെയർ സെക്ഷനാണ്. ലെയർ സെക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ലോക്ക് ചെയ്യാൻ പറ്റും, അത് ക്ലിപ്പ് ചെയ്യാൻ പറ്റും. ക്ലിപ്പ് എന്ന് പറയുന്നത് നമുക്കൊരു ഡ്രോയിങ്ങിനെ ഓരോരോ ലെയറുകളിൽ ഒരു കളർ ഫസ്റ്റ് നൽകി ആ ഒരു കളറിനുള്ളിൽ തന്നെ നമുക്ക് പുറത്തേക്ക് പോവാതെ ഓരോ ലെയറുകളിൽ നമുക്ക് ഓരോ ഷെയ്ഡിങ് നൽകാൻ സാധിക്കും. അതാണ് ക്ലിപ്പിങ്ങിൻ്റെ ഓപ്ഷൻ. ലോക്ക് എന്ന് പറയുമ്പോൾ ഒരു കളർ നൽകി ആ കളറിനുള്ളിൽ മാത്രമാണ് ലോക്ക് എന്ന ഓപ്ഷൻ നൽകിയിട്ടുള്ളത്. അതുപോലെ ലെയറിലെ ഡ്യൂപ്ലിക്കേറ്റ്, ക്ലിയർ, ബാക്കിയൊക്കെ സെയിം തന്നെയാണ്. പിന്നെ എക്സ്ട്രാ വരുന്ന സെലക്റ്റും അതുപോലെ ക്ലോണും അതുപോലെ ക്ലിപ്പുമാണ്. ഇത് 3 ഇതിൻ്റെ മെയിനായിട്ട് വരുന്നത്. ലോക്കും. ഓക്കെ, അപ്പോൾ ഇൻഫിനിറ്റി ഡിസൈനിൽ ഈ ഒരു 4 ഓപ്ഷൻ വന്നിട്ടില്ല. ഓക്കെ, ബാക്കി 4 ഓപ്ഷൻ ഇൻഫിനിറ്റി ഡിസൈനിലുണ്ട്. പിന്നെ പറയാനുള്ളത് നമുക്കിവിടെ കളർ സെക്ഷനിലേക്ക് വരും. ഇപ്പോൾ ലെയറിൻ്റെ ഭാഗത്ത് തന്നെ കളർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. അവിടെ നമുക്ക് ടെക്സ്ചർ ആഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഡ്രോയിങ്ങിന് ടെക്സ്ചർ നൽകാൻ സാധിക്കും. അതേപോലെ നിങ്ങൾക്ക് ഇവിടെ ഒരു ഡ്രോയിങ് സെലക്ട് ചെയ്തിട്ടാണെങ്കിലും അങ്ങനെ ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തു. ഓക്കെ, ഒരു ഫോട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ഫോട്ടോയ്ക്ക് ടെക്സ്ചർ ആഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഡ്രോയിങ് ചെയ്യുമ്പോൾ ടെക്സ്ചർ ആഡ് ചെയ്യാം. അതുപോലെ പുറമേ നിന്ന് ഒരു ഫോട്ടോ ആഡ് ചെയ്തിട്ടും ടെക്സ്ചർ ആഡ് ചെയ്യാൻ ഓപ്ഷൻ ഇതിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ടെക്സ്ചർ എന്ന് പറയുമ്പോൾ അപ്പോൾ അത് ഒരുപാട് മോഡലുകളിൽ ടെക്സ്ചറുകൾ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടേതായ ക്രിയേറ്റിവിറ്റിയിൽ നമുക്ക് ഓരോന്നും ചെയ്യാം. ഓക്കെ, ഒരുപാട് ഇപ്പോൾ നമുക്ക് വുഡിൻ്റെ ഒരു ടെക്സ്ചർ, അങ്ങനെ ഒരു പൊട്ടിപ്പൊളിഞ്ഞ പോലത്തെ ഒരുപാട് ടെക്സ്ചറും കാര്യങ്ങളൊക്കെ ഇതിൽ നൽകാൻ സാധിക്കും. ഇനി ഇവിടെ മെയിനായിട്ട് പറയാനുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മളെ ബ്രഷ് സെക്ഷനിലേക്ക് വരികയാണ്. നമുക്കിനേക്കാൾ ഒരുപാട് ഫീച്ചറുകളും കാര്യങ്ങളും നൽകിയിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്കിവിടെ ബ്രഷ് എക്സ്ട്രാ ഡൗൺലോഡ് ചെയ്യാം. അതെനിക്ക് തോന്നുന്നു ഈ ആപ്പിൽ നിന്നല്ല, അതിന് പുറമേ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ടാണ് ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളത്. ഓക്കെ, പിന്നെ പറയാനുള്ളത് ഒരു കാലിഗ്രാഫി, അതുപോലെ കാലിഗ്രാഫി ചെയ്യുന്നവർക്കൊക്കെയുള്ള ഒരു പ്രത്യേക തരമായിട്ടുള്ള ബ്രഷും, അതുപോലെ സ്പ്രേ പെയിൻറ്റ് ബ്രഷ്, അതുപോലെ വാട്ടർ കളർ ബ്രഷ്, അതുപോലെ പെയിൻറ്റ് ബ്രഷ്, മാർക്കർ, കാലിഗ്രാഫി, പെൻസ്, ഗ്ലോ, അതുപോലെ ഇൻഫിനിറ്റി ഡിസൈനിലുള്ള ആ ഒരു ബ്രഷും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്.
നമുക്കിൽ നിന്നൊക്കെ പുറമേ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓരോ ടെക്സ്ചറും അതുപോലെ ബ്രഷും കാര്യങ്ങളൊക്കെ പുറമേ നിന്ന് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഇതിൽ നൽകിയിട്ടുണ്ട്. ഞാൻ 2-3 ബ്രഷുകളൊക്കെ പുറമേ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ആഡ് ചെയ്തിട്ടുണ്ട്. പുറമേ എന്ന് പറയുമ്പോൾ ഈ ഒരു ആപ്പിൽ ഇവിടെ ഒരു പ്ലസ് നയിക്കുന്നുണ്ട്. ആ പ്ലസ് നയിക്കലിൽ ക്ലിക്ക് ചെയ്താൽ നമുക്കിവിടെ കമ്മ്യൂണിറ്റി എന്ന് കാണാം. ആ കമ്മ്യൂണിറ്റിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് ബ്രഷുകൾ ഓരോരുത്തർ ക്രിയേറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ ഇൻഫിനിറ്റി പെയിൻറ്റർ എന്ന ആപ്ലിക്കേഷനിൽ ഇതിൻ്റെ ഒറിജിനൽ ക്രിയേറ്റേഴ്സ് അപ്ലോഡ് ചെയ്തതോ ആവാം. ഓക്കെ, അങ്ങനെ ഒരുപാട് ബ്രഷുകൾ ഇതിൽ കമ്മ്യൂണിറ്റിയിലുണ്ടാകും. അത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ നമ്മുടെ ഇൻഫിനിറ്റി ഡിസൈനിലുള്ള സെയിം ലാസോ ബ്രഷുമുണ്ട്, അതുപോലെ ടാപ്പറേഡ് ബ്രഷുമുണ്ട്. ലാസോ ബ്രഷിലാണ് ചെറിയൊരു മാറ്റമുള്ളത്. ലാസോ ബ്രഷ് നമുക്ക് ഇൻഫിനിറ്റി ഡിസൈനിൽ യൂസ് ചെയ്യുന്ന ബ്രഷുമുണ്ട്. അതുപോലെ തന്നെ ലാസോ ബ്രഷിൽ ടെക്സ്ചർ നൽകിയിട്ടുള്ള ഒരുപാട് ബ്രഷുകളും ഇതിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇത്രത്തോളമാണ് മെയിനായിട്ട് പറയാനുള്ളത്. ബ്രഷിങ് ഡീറ്റെയിലിങ്ങൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് ഒരു ഡ്രോയിങ്ങിലൂടെ തന്നെ നമുക്ക് അതിനെ കുറച്ചുകൂടി ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കൊരു പുതിയൊരു വീഡിയോ അതിന് പ്രത്യേകമായിട്ട് ചെയ്യാം. അപ്പോൾ ഡ്രോയിങ്ങിലാണ് മെയിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഇൻഫിനിറ്റി പെയിൻറ്റർ എന്ന ഒരു സംഗതിയെ പരിചയപ്പെടുത്താം എന്നുള്ളത് മാത്രമാണ് ഇന്നത്തെ വീഡിയോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ തീർച്ചയായും ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. പിന്നെ പറയാനുള്ളത്, ഈ ഒരു ഇൻഫിനിറ്റി പെയിൻറ്റർ യൂസ് ചെയ്തുകൊണ്ട് നമ്മളൊരു അനാട്ടമിക് കാലിഗ്രാഫി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ നാളെ വരുന്നതായിരിക്കും. മറക്കാതെ ആ വീഡിയോ കാണാൻ. നാളെ 5 മണിക്കായിരിക്കും വീഡിയോ വരിക. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് വീഡിയോ കണ്ട് ഇതിൽ നിന്നുള്ള ഒരു ഫീഡ്ബാക്ക് നിങ്ങൾ എന്തായാലും അറിയിക്കണം. ഓക്കെ, നമ്മൾ നാളെ ഈ ഒരു അനാട്ടമിക് കാലിഗ്രാഫിയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിലുള്ള കുറച്ച് ചെറിയ ടൂൾസും കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഓരോ ഡ്രോയിങ് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഓരോ ടൂൾസ് പരിചയപ്പെടാം. ഓക്കെ, എല്ലാവർക്കും ബൈ.